നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ജനം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ 4-ന് അറിയാം. പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിന് പാലക്കാട് വിക്ടോറിയ കോളേജിൽ വിപുലമായ ക്രമീകരണങ്ങൾ. പാലക്കാട് ലോക്സഭാ മണ്ഡലം വോട്ടെണ്ണൽ പുതിയ ബ്ലോക്കിലും ആലത്തൂരിന്റെ വോട്ടെണ്ണൽ പഴയ ബ്ലോക്കിലും നടക്കും. സംസ്ഥാനത്ത് ശുചീകരണ യജ്ഞത്തോടെ വിദ്യാലയങ്ങൾ പ്രവേശനോത്സവത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. മാലിന്യമുക്ത വിദ്യാലയം എന്ന മുദ്രാവാക്യവുമായി എല്ലാ സ്കൂളുകളിലും ഒരാഴ്ച നീളുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും. സ്കൂൾ ശുചീകരണം എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ. പട്ടാമ്പിയിൽ ഓൾ കേരള മാജിക് കൺവെൻഷൻ സംഘടിപ്പിച്ചത് മാജിക് മിഷൻ പാലക്കാടിന്റെ നേതൃത്വത്തിൽ. ഷൊർണൂരിൽ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ വികസന വിജ്ഞാന സദസ്സ്. വാർത്തകൾ വിശദമായി. പാലക്കാട്, ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിന് പാലക്കാട് വിക്ടോറിയ കോളേജിൽ സജ്ജീകരണം തുടങ്ങി. ജനം കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം ജൂൺ 4-ന് അറിയാം. രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ വിക്ടോറിയ കോളേജിലെ പുതിയ ബ്ലോക്കിലും ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പഴയ ബ്ലോക്കിലുമായിരിക്കും നടക്കുക. ജനകീയ ശുചീകരണ യജ്ഞത്തോടെ വിദ്യാലയങ്ങൾ പ്രവേശനോത്സവത്തിന് തയ്യാറെടുപ്പ് തുടങ്ങി. മാലിന്യമുക്ത വിദ്യാലയം എന്ന മുദ്രാവാക്യവുമായി ഒരാഴ്ച നീളുന്ന ശുചീകരണ പ്രവർത്തനങ്ങളാണ് എല്ലാ സ്കൂളുകളിലും നടക്കുക. സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചിരുന്നു. ജനപ്രതിനിധികൾ, അധ്യാപകർ, രക്ഷാകർത്താക്കൾ, തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് ഓരോ സ്കൂളുകളിലും ശുചീകരണം നടക്കുക. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടായി യൂണിറ്റ് ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. കോട്ടായി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതുമാകട്ടെ, അത്തരം കാര്യങ്ങളിൽ നാടിന്റെ വികസനം ചർച്ച ചെയ്യുന്ന വേദിയിലൊക്കെ ഏകോപന സമിതിയുടെ ആ യൂണിറ്റിന്റെ ഭാരവാഹികളെ അവിടെ പങ്കെടുപ്പിക്കുക എന്നത് എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു പൊതുരീതി. ഇത് നമുക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരം. ഈ അംഗീകാരം, ആ അംഗീകാരത്തിലേക്ക് നമ്മൾ എത്തിയത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെയും നാം നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അന്തിമ ഫലമാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടായി യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും 2024-26 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പുമാണ് നടന്നത്. പരിപാടിയിൽ കോട്ടായി യൂണിറ്റ് പ്രസിഡന്റ് കെ അനിൽ പ്രകാശ് അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി എ ശിവദാസ് വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ എം വി സന്തോഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ്, ജില്ലാ ട്രഷറർ കെ കെ ഹരിദാസ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി ആർ സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സി എ ഉദയകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി കെ അനിൽകുമാർ നന്ദിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറി വികസന വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ നടന്ന സദസ്സ് ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹം എന്നത് എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ലൈബ്രറി കൗൺസിൽ യഥാർത്ഥത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. നമ്മളെന്തായാലും കുറച്ച് വൈകിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചില കാര്യങ്ങൾ മാത്രം സംസാരിച്ച് നമുക്ക് പിരിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചടങ്ങിൽ RG പിള്ള അധ്യക്ഷത വഹിച്ചു. മനോജ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് S കൃഷ്ണദാസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ദിനേശ് കെ വേണുഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തട്ടാൻ സർവീസ് സൊസൈറ്റി വാടാനംകുറിശി യൂണിറ്റ് 18ാം വാർഷികവും കുടുംബസംഗമവും നടന്നു. പരിപാടി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ വാടാനംകുറിശി യൂണിറ്റിൽ തട്ടാൻ സർവീസ് സൊസൈറ്റിയുടെ 18ാം വാർഷികവും കുടുംബസംഗമവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു. അതിനോടൊപ്പം ഇങ്ങനൊരു കുടുംബസംഗമം ഇവിടെ സംഘടിപ്പിച്ച ഈ സംഘടനയ്ക്ക് എൻ്റെ പേരിലും പഞ്ചായത്തിന്റെ പേരിലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഞായറാഴ്ച രാവിലെ വാടാനംകുറിശി ശ്രീദേവി ഓഡിറ്റോറിയത്തിലായിരുന്നു തട്ടാൻ സർവീസ് സൊസൈറ്റി വാടാനംകുറിശി യൂണിറ്റ് 18ാം വാർഷികവും കുടുംബസംഗമവും നടന്നത്. യൂണിറ്റ് പ്രസിഡന്റ് ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. ശിവപ്രകാശ് അനുസ്മരണം നടത്തി. കൃഷ്ണദാസ് പ്രവർത്തന റിപ്പോർട്ടും ശ്രീനിവാസൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ യൂണിറ്റ് ഭാരവാഹികൾ സംസാരിച്ചു. VB ഗിരീഷ് സ്വാഗതവും ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വിദ്യാർത്ഥി, ഉദ്യോഗാർത്ഥികളെ ആദരിക്കൽ, മുതിർന്നവരെ ആദരിക്കൽ, പഠനോപകരണ വിതരണം എന്നിവ നടന്നു.
കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വടനംകുറിശി വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തിവന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി. മെയ് 19 ആരംഭിച്ച യജ്ഞത്തിനാണ് ഞായറാഴ്ച സമാപനമായത്. വാടാനംകുറിശി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന 11ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് ഞായറാഴ്ച ഉച്ചയോടെ സമാപനമായത്. കൽക്കി അവതാരം, മാർക്കണ്ഡേയ ചരിതം, ഭാഗവത സംഗ്രഹം തുടങ്ങിയവയിലായിരുന്നു പാരായണം. തുടർന്ന് യജ്ഞസമർപ്പണവും നടന്നു. ഗുരുവായൂരപ്പദാസൻ, വിജു ഗോപാലകൃഷ്ണൻ എന്നിവർ യജ്ഞാചാര്യന്മാരായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ യജ്ഞത്തിലും അന്നദാനത്തിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ 1-ാം മൈൽ പുത്തൻപുര സർപ്പക്കാവിലെ 1-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പ്രതിഷ്ഠാദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി പാതിരാക്കുന്ന് ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാ പൂജ, സർപ്പബലി, പായസ ഹോമം തുടങ്ങിയ പ്രത്യേക പൂജകളും നടന്നു. ദൈവപുരയിൽ മണ്ണൂർ ചെറുകര മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മാസപൂജകളും നടന്നുവരുന്നു. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, തുടർന്ന് ഉഷപൂജ, ദക്ഷിണ സമർപ്പണം എന്നിവ ഉണ്ടായി. തുടർന്ന് മാതൃസമാധിയിലും ആശ്രമം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ഗുരുദേവ സമാധിയിലും സമർപ്പിക്കുന്നതിനുള്ള എഴുന്നള്ളിപ്പുമുണ്ടായി. വാദ്യമേളങ്ങളും താലപ്പൊലിയുടെയും അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ നാട്ടുകാരടക്കം 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. രാവിലെ 9:30 മണ്ണൂർ കിഴക്കമ്പുറം ജയനം സംഘവും അവതരിപ്പിച്ച സർപ്പക്കാവിൽ കൊട്ടിവിളി നടന്നു. ഉച്ചയ്ക്ക് പ്രസാദൂട്ട്, തുടർന്ന് അനുമോദന സദസ്സുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി കീഴത്തൂർ ഹിദായത്തുൽ ഇസ്ലാം സംഘം മഹല്ല് കമ്മിറ്റിക്ക് കീഴിൽ മജ്ലിസുന്നൂർ 5-ാം വാർഷികവും ദുആ സമ്മേളനവും നടന്നു. പരിപാടി PK ഇമ്പച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ മജ്ലിസിനോട് അഞ്ചാമത്തെ വാർഷികം എന്ന നിലക്കാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ അപാരമായ തോൽപ്പിക്കൊണ്ട് ഈ ആൾക്കാർക്ക് എന്ത് പണം വന്നാലും പ്രശ്നമില്ല, വിശാലമായ രീതിയിൽ കേൾക്കാനും സംഘടിക്കാനും അള്ളാഹുവിന്റെ തോൽപ്പിക്ക് ചെയ്യുന്നു. ചടങ്ങിൽ മഹല് പ്രസിഡന്റ് KUM താജുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷനായി. മഹല് ഖത്തീബ് ഫസ് ലുറഹ്മാൻ ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി. SKSSF പ്രതിനിധി KS റിയാസ്, മഹല് ട്രഷറർ KH നാസർ, വൈസ് പ്രസിഡന്റ് KM അബ്ദുൽ സലാം, ജോയിന്റ് സെക്രട്ടറി KM മുഹമ്മദ്, അസിസ്റ്റന്റ് ഖത്തീബ് അഷ്റഫ് ദാരിമി, ഉമ്മർ വാഫി തുടങ്ങിയവർ സംസാരിച്ചു. മഹല് സെക്രട്ടറി KA ഇബ്രാഹിം മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രഷറർ KH നാസർ നന്ദി അറിയിച്ചു. പരിപാടിയിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ കുട്ടികൾക്ക് പഠന സാമഗ്രികൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏറെ സന്തോഷകരമാണ്, അഭിമാനകരമാണ്. കുട്ടികൾക്ക് പഠിക്കാനുള്ള പല വസ്തുക്കളും നമ്മുടെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ സർക്കാർ തന്നെ കൊടുക്കുന്നത്, സൗജന്യമായി കൊടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ എന്നോ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നേടിയെടുത്തിട്ടുള്ള ഒരു നാടാണ് കേരളം. ഓങ്ങല്ലൂർ ശാഖയിലെ EMS സ്മാരക ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ K അനിൽകുമാർ, സജീന്ദ്രൻ, KP മനു തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്കിൽ കാലാകാലങ്ങളായി ലാഭത്തിൽ നിന്നും നീക്കിവെച്ച പൊതുനന്മ ഫണ്ടിൽ നിന്നുമാണ് ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള 17ഓളം പൊതുവിദ്യാലയങ്ങളിലെ ലോവർ പ്രൈമറി വിദ്യാർത്ഥികളായ 200ഓളം നിർധനരായ കുട്ടികൾക്ക് സ്കൂൾ ബാഗ്, നോട്ട് പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള പഠന സാമഗ്രികൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ 17ഓളം വിദ്യാലയങ്ങളിലെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മാതാവിന്റെ സ്മരണയ്ക്കായി ക്ഷേത്രത്തിൽ ഊട്ടുപുര സമർപ്പിച്ച മക്കൾ. പാഞ്ഞാൾ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് പാഞ്ഞാൾ പുല്ലശ്ശേരി വീട്ടിൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ മുത്തങ്ങയിൽ ലീലയുടെ പേരിൽ സ്മാരക ഊട്ടുപുര സമർപ്പിച്ചത്. 7 ലക്ഷം രൂപ ചിലവഴിച്ചാണ് മക്കളായ പ്രേമാനന്ദ്, വിജയാനന്ദ് എന്നിവർ ക്ഷേത്രത്തിലേക്ക് ഊട്ടുപുര സമർപ്പിച്ചത്.
രാവിലെ ചെണ്ടകൊട്ട് കലാകാരന്മാരായ സനിൽ, രാജേഷ്, സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന മേളത്തിനു ശേഷം ലീലയുടെ മൂത്ത സഹോദരനായ രാജേന്ദ്രൻ ഊട്ടുപുരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ലീലയുടെ സഹോദരന്മാരായ അപ്പു, രാധ, തിലകം, സതീശൻ, സേതുമാധവൻ, സ്മിത എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി. തെക്കുമുറി സുബ്രഹ്മണ്യൻ കോവിൽ കമ്മിറ്റി പ്രതിനിധി ശങ്കരൻ നായർ, പടിഞ്ഞാറ്റുമുറി ഉത്രംവേല കമ്മിറ്റി പ്രതിനിധി ടി.പി. മോഹനൻ, തെക്കുമുറി ഉത്രംവേല കമ്മിറ്റി പ്രതിനിധി പി. കൃഷ്ണൻകുട്ടി, ശ്രീപുഷ്കരം ഉത്രംവേലം കമ്മിറ്റി പ്രതിനിധി വിനീത്, നടുത്തറ ഉത്രംവേല കമ്മിറ്റി പ്രതിനിധി രതീഷ് കുമാർ, പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യ ക്ഷേത്രം ഭാരവാഹികളായ സുഭാഷ്, മണികണ്ഠൻ, വേണുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ എല്ലാം ജന്മഗൃഹം എല്ലാ അർത്ഥത്തിലും ലോകത്തിൻ്റെ നെറുകയിൽ ശ്രദ്ധിക്കപ്പെട്ട, ശ്രദ്ധയാകർഷിച്ച, എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാജിക് മിഷൻ പാലക്കാടിന്റെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള മാജിക് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ഇന്ന് നമുക്ക് ദൃശ്യമാധ്യമങ്ങളിലൂടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളും എല്ലാം മാജിക്കിലൂടെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി കലാകാരന്മാർക്ക് സാധിക്കും എന്നതിൽ യാതൊരു തർക്കമില്ല. നിങ്ങൾ തീർച്ചയായും അതിനു വേണ്ടി മുൻകൈ എടുക്കണം എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി 200ഓളം മാന്ത്രികർ പങ്കെടുത്ത പരിപാടിയിൽ ഇന്ത്യൻ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത മജീഷ്യൻ യോന തമിഴ്നാട് മുഖ്യ അതിഥിയായി. മാജിക് മിഷൻ പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ സലാം വല്ലപ്പുഴ പ്രമേയം അവതരിപ്പിച്ചു. പ്രമുഖ മാന്ത്രികരായ യദുനാഥ്, അഫ്സൽ, അഭിരൂ പട്ടാമ്പി തുടങ്ങിയവരുടെ വ്യത്യസ്ത ഗാലാ ഷോ അരങ്ങേറി. മജീഷ്യൻ ഉസ്താദ് മജീദ് മടവൂർ, അബൂബക്കർ തൃശൂർ, മെന്റലിസ്റ്റ് ജിൽജിലി ബോബി തുടങ്ങിയവർ ടീച്ചിംഗ് ക്ലാസുകൾ നടത്തി. പ്രമുഖ മാന്ത്രികരായ ശശി താഴത്തുവയൽ വയനാട്, ഹരിദാസ് തൃശൂർ, ശ്രീജിത്ത് വിയൂർ, സേതു നിലമ്പൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രമുഖ മാന്ത്രികരായ കുമ്പിടി രാധാകൃഷ്ണൻ, PM ഉപേന്ദ്ര, വാഴക്കുന്നം ജൂനിയർ വിന്നർ അഭിരൂപ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മാജിക് മത്സരവും അരങ്ങേറി. സ്വാഗത സംഘം ഭാരവാഹികളായ മുരളീധരൻ പട്ടാമ്പി, നന്ദനൻ കീഴായൂർ, സജു മഞ്ഞാലി, അലവി പുലാക്കൽ, സുരേഷ്, ജഷീർ ബാബു, ഷഹബാസ് ഖാൻ, സുരേന്ദ്രൻ പട്ടാമ്പി, രവീന്ദ്രൻ, കൃഷ്ണദാസ്, കൈലാസ്നാഥ്, അശോകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാജിക് മിഷൻ ജനറൽ സെക്രട്ടറി അഖിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നന്ദനൻ പട്ടാമ്പി നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. KSTA പാലക്കാട് ജില്ലാ പഠന ക്യാമ്പ് ചുനങ്ങാട് പിലാത്തറയിൽ നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയമെന്ന വിഷയം അവതരിപ്പിച്ചാണ് CK രാജേന്ദ്രൻ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. ഉപേക്ഷിച്ചാൽ നമുക്ക് ആധുനിക ടെക്നോളജി കിട്ടില്ല, ഉപേക്ഷിച്ചാൽ സാമ്പത്തിക സഹായം കിട്ടില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി മാറും. ഇതിൻ്റെ ഭാഗമായി മാറുമ്പോൾ അതെങ്ങനെ നമ്മുടെ രാജ്യത്തെ, സമൂഹത്തെ, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കും എന്ന തിരിച്ചറിവോടുകൂടി അതിൽ നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് ഭരണകൂടത്തിന് സാധിക്കില്ല. ഭരണകൂടത്തിന് അങ്ങനെ സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് ഇതിന് വിധേയമായി പോകേണ്ടി വരുന്നത്. അപ്പം അതിന് എതിരായി നിൽക്കുന്ന ഭരണകൂടങ്ങൾ ലോകത്തുണ്ട്. ജില്ലാ വൈസ് പ്രസിഡന്റ് KB ബീന അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MR മഹേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. S അജയകുമാർ, KK ഗൗരി, K പ്രഭാകരൻ, K പ്രസാദ്, ഉമാമഹേശ്വരി, G പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സംഘടന എന്ന വിഷയം KSTA സംസ്ഥാന ട്രഷറർ TKA ഷാഫിയും, മഹിളാരംഗം എന്ന വിഷയം ഫിലിം ആർട്ടിസ്റ്റ് ഗായത്രി വർഷയും, വികലമാക്കപ്പെടുന്ന ഇന്ത്യാ ചരിത്രം എന്ന വിഷയം ലക്കിടി കുഞ്ചൻ സ്മാരകം സാംസ്കാരിക കേന്ദ്രം
പ്രസിഡന്റ് കെ ജയദേവനും പാഠ്യപദ്ധതിയുടെ രാഷ്ട്രീയമെന്ന വിഷയം SCERT ഡയറക്ടർ ഡോക്ടർ KR ജയപ്രകാശും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ 4-ന് അറിയാം. പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിന് പാലക്കാട് വിക്ടോറിയ കോളേജിൽ വിപുലമായ ക്രമീകരണങ്ങൾ. പാലക്കാട് ലോക്സഭാ മണ്ഡലം വോട്ടെണ്ണൽ പുതിയ ബ്ലോക്കിലും ആലത്തൂരിന്റെ വോട്ടെണ്ണൽ പഴയ ബ്ലോക്കിലും നടക്കും. സംസ്ഥാനത്ത് ശുചീകരണ യജ്ഞത്തോടെ വിദ്യാലയങ്ങൾ പ്രവേശനോത്സവത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. മാലിന്യമുക്ത വിദ്യാലയം എന്ന മുദ്രാവാക്യവുമായി എല്ലാ സ്കൂളുകളിലും ഒരാഴ്ച നീളുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും. സ്കൂൾ ശുചീകരണം എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ. പട്ടാമ്പിയിൽ ഓൾ കേരള മാജിക് കൺവെൻഷൻ സംഘടിപ്പിച്ചത് മാജിക് മിഷൻ പാലക്കാടിന്റെ നേതൃത്വത്തിൽ. ഷൊർണൂരിൽ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ വികസന വിജ്ഞാന സദസ്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.